കോൺഗ്രസിനുള്ളിലെ തരൂർ വിവാദം ഒരു വശത്തും സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മറുവശത്തും കത്തി നിൽക്കുന്നതിനിടെ കെ മുരളീധരൻ തീപ്പൊരിയായ രംഗത്ത്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയത്. പാർട്ടിക്കുള്ളിലെ വിമത ശബ്ദമായ ശശി തരൂരിന്റെ പരാമർശങ്ങളെ നിഷ്പ്രഭമാക്കുകയും ഒപ്പം ഭരണപക്ഷത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ തൊടുത്തുവിട്ടുമാണ് മുരളീധരൻ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. തരൂരിന്റെ ചില നിലപാടുകൾക്കെതിരെ ദേശീയ നേതൃത്വം പോലും രംഗത്ത് വന്നിരുന്നു. തരൂരിന്റെ വിവാദ പരാമർശങ്ങൾ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ സ്പർശിക്കാൻ പോകുന്നില്ലെന്നാണ് കെ മുരളീധരൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. കാരണം ഇത് പൂർണ്ണമായും പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. ശ്രീ ശശി തരൂരിനെ പോലെയുള്ളവരെ ലോക്സഭയിലേക്ക് അയക്കാൻ അഹോരാത്രം പണിയെടുത്ത പാർട്ടി പ്രവർത്തകർക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെയുള്ളവരുടെ ചില അഭിപ്രായങ്ങൾ അതിനോട് ഞങ്ങൾക്കാർക്കും യോജിപ്പില്ലെങ്കിൽ പോലും അതൊന്നും ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നെഹ്റു കുടുംബത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെയും അദ്ദേഹം വെറുതെ വിട്ടില്ല. നെഹ്റു കുടുംബം ഞങ്ങളുടെ അഭിമാനത്തിന്റെ സിംബലാണ്. മാത്രമല്ല ആ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ രാജ്യസഭ വഴിയോ മറ്റേതെങ്കിലും രീതിയിലോ വന്നവരല്ല, ഡയറക്റ്റ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നവരാണ്. ഇന്നയാൾ ഒരു കുടുംബത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ആവുമോ? ആ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ തരൂരിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മറുപടി നൽകി. ശ്രീ ശശി തരൂർ പ്രചാരണത്തിന് വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തെ ഒരിക്കലും കോൺഗ്രസ് മാറ്റി നിർത്തില്ല. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളോടും വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ സേവനം ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ് കഴിഞ്ഞതെന്നും ഇനിയുള്ള സമയങ്ങളിൽ അദ്ദേഹം പ്രചാരണത്തിൽ പങ്കെടുക്കുമെന്നുമാണ് തന്റെ വിശ്വാസമെന്നും കെ മുരളീധരൻ പറഞ്ഞു. തുടർന്ന് പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളെ നിശിതമായി കടന്നാക്രമിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ ചർച്ചാ വിഷയം മാറ്റിയത്. നിലവിലെ ഗവൺമെന്റിന്റെ പല പ്രഖ്യാപനങ്ങളും വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നുള്ള ഫീൽ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കിറ്റ് കൊടുത്ത് വോട്ട് കിട്ടിയ പോലെ ഇത്തവണ സംഭവിക്കില്ല. കാരണം ജനത്തിന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് തെളിവായി മുരളീധരൻ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുടെ ദുരവസ്ഥയാണ് ചൂണ്ടിക്കാട്ടിയത്. തിരുവനന്തപുരം നഗരത്തിലെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോൾ ജനങ്ങൾക്ക് കാൽനടയായി പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മെട്രോ കൊണ്ടുവരുമെന്ന് പറയുന്നത്. ദേശീയപാതയുടെ നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത സർക്കാരാണ് ഇപ്പോൾ മെട്രോ കൊണ്ടുവരാൻ പോകുന്നത്. താൻ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ നെഗറ്റീവായ നിലപാടെടുത്ത മുഖ്യമന്ത്രി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് മെട്രോയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും മുരളീധരൻ ഉറപ്പിച്ചു പറഞ്ഞു. അവസാനമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ LDF ഭരണ തുടർച്ച ആവർത്തിക്കില്ലെന്ന ശുഭപ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഒരിക്കൽ ചക്കിയിട്ടപ്പോൾ മുയൽ ചത്തു എന്ന് വിചാരിച്ച് ഇനി ചക്കിയൊട്ടും വീഴാൻ പോകുന്നില്ല, മുയലൊട്ടും ചാവാനും പോകുന്നില്ല എന്ന ശക്തമായ പ്രയോഗം നടത്തിയാണ് കെ മുരളീധരൻ തന്റെ അഭിമുഖത്തിലെ പ്രതികരണം അവസാനിപ്പിച്ചത്.